അപ്പോൾ ഒരു വേദന വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് ചെറിയ ശബ്ദത്തിലേക്ക് ഇൻട്രോ എടുക്കാൻ പറ്റത്തുള്ളൂ, കാരണം ആരും അറിയാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അതെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും എല്ലാവരും ഒന്ന് വേദനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. വേദന രസമല്ലേ? അക്കൗണ്ടിൽ അവർക്ക് രസമാണ്, കൊടുക്കുന്നത് ഞങ്ങൾക്ക് രസമാണ്. ഇന്ന് തമ്മിലും ഇതൊക്കെ കണ്ടവർ തന്നെ നമ്മളൊരു വാക്സ് ചലഞ്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി പോകണം. ചലഞ്ച് അല്ല, പക്ഷെ ആദ്യമേ അതെ ഗൈസ്, ഞാൻ ചലഞ്ചാക്കി സെറ്റ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാർക്കോൾ ഇട്ടൊരു പണി തന്നായിരുന്നു, പക്ഷേ അതൊന്നും അത്രക്കും എല്ലാവർക്കും വേദനിച്ചില്ല. ഇതില് കുറച്ച് ഇതിന് ഞങ്ങൾ മറ്റൊരു തൊലി തന്നെ പറിച്ചെടുക്കും, സത്യം. അപ്പൊ ഞങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് നമ്പർ 1 KMC കൊമ്പൻ, ടാർഗറ്റ് നമ്പർ 2 റാഷിക് DB, ടാർഗറ്റ് നമ്പർ 3 ഡോമർ കൊളത്തൂപ്പുഴ, ടാർഗറ്റ് നമ്പർ 4 നിവിൻ സോജു, ടാർഗറ്റ് നമ്പർ 5 ലാഗൻ മൈമി. അതെ ഗൈസ്, പറ്റുവാണെങ്കിൽ കശത്ത് പിടിച്ച് ഇങ്ങനെ ഇരുത്തിയിട്ട് അമ്മക്ക് നമ്മളെ കൊന്നുകളയും. ഇങ്ങനെ കശത്ത് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടമ്മക്ക് നമ്മളെ നമ്മൾ നമുക്ക് ഒട്ടിച്ചിട്ട് ഓടാം. അതെ ഗൈസ്, പറച്ചല്ലേ പറ്റത്തുള്ളൂ. ഇത് മാക്സിമം ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവരും വേദനിപ്പിക്കാൻ വേണ്ടി പോവാ. അപ്പൊ ഒരു വേദന വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പൊ എന്തായാലും ഇനി സാധനം മേടിക്കണം, വാക്സ്. ഞാൻ ഇതുവരെ ആ സംഭവം അതിനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഞാൻ വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. എല്ലാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ വേണ്ട, അത് വേണ്ട. എനിക്കാണെങ്കിൽ 4-7 കൂടെ ഉള്ളു. ചോര വരും. അത് ഭയങ്കര റഫായിട്ടൊക്കെ ഇട്ട് വലിക്കുമ്പോഴാണ് ചോരയൊക്കെ വരുന്നത്. പറയാൻ പറ്റില്ല. കൊമ്പാച്ചനോട് ചോവാന്ന് പറഞ്ഞു കിടക്കും. കോമഡി ആയിരിക്കും. എന്ത് സുഖം കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട്. ഗൈസ്, അപ്പം ഇനി എന്തായാലും നമുക്ക് വാക്സിൻ മേടിക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാസ്റ്റർ പ്ലാൻ, ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങാവുന്ന 2 ആൾക്കാരൊക്കെ ഉള്ളു ഇവിടെ. പിന്നെ ഇക്കടെ കാര്യം അത് നോക്കാം, എങ്ങനെയൊക്കെ ഒതുക്കാലോ. ആദ്യം പോയി സാധനം മേടിക്കണം, എന്നിട്ട് കാണാം. ലെറ്റ്സ് സ്റ്റാർട്ട് ദ പണി. ഇവിടെ ഉണ്ടാവുന്നൊരു ചെറിയ ഡൗട്ടുണ്ട്, അത് മാത്രമുള്ള പ്രശ്നം. ഇത് ഗേൾസിനുള്ളിലാണ് ഗൈസ്. അപ്പം ഇതിൽ ഒരെണ്ണത്തിന് 8 എണ്ണം അല്ലേ, ഒരാൾക്കൊരു 5 എണ്ണം വെച്ച് കൊടുക്കാം. അത് 20 എണ്ണം ഉണ്ടല്ലേ, അപ്പൊ അതാണ് നല്ലത്. കൊമ്പാച്ചിന് 3 എണ്ണം വെച്ചേക്കാം. കൊമ്പാച്ചിന് ഞങ്ങൾ കുറച്ചും കൂടി വെളുപ്പിക്കും. ഞങ്ങൾ ആ തൊലി ഇങ്ങനെ ചെത്തി എടുക്കും. ഇതെന്ത് വാറന്റി കടം പൊളിച്ചു കഴിഞ്ഞാൽ ഇത് കൊടുത്ത് അയച്ചു കൊടുക്കുവാണെങ്കിൽ പൈസ കിട്ടും. ഇത് ബുക്കും പേപ്പറും അല്ല, ഇത് മറ്റേ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. മറ്റേതാ പല്ലി വരായിരിക്കും അല്ലേ? ചോര വന്ന തൂക്കമുള്ള ടിഷ്യൂ പേപ്പർ അതാണോ? സീരിയസ് ആയിട്ട് അതാണോ? സാധനം മേടിച്ചു. ഇനി നമ്മുടെ ബൂട്ട് ക്യാമ്പിലേക്കാണ്. ടാർഗറ്റ് പറഞ്ഞ അവിടെ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് 2 പേരേ ഉള്ളൂ. അപ്പോൾ ഒരാൾ നമ്മൾ പിടിക്കാൻ വേണം, ഒരാൾ ഒട്ടിക്കാൻ വേണം, ഒരാൾ വീഡിയോ എടുക്കാൻ വേണം. ഇവിടെയാണ് നമ്മൾ കൺവിൻസിങ് സ്റ്റാർ ആവേണ്ടത്. നമ്മുടെ കൂട്ടത്തിലേക്ക് നൈസായിട്ട് നമ്മൾ ഡോം ചേട്ടനെ വിളിക്കുന്നു. ഡോം ചേട്ടനെ വിശ്വസിപ്പിച്ച് വിളിച്ച് നമ്മൾ പിടിപ്പിക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് കൊമ്പാച്ചിന് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളെ നേരെ ഡോം ചേട്ടനെ പിടിച്ച് കിടത്തുമ്പോൾ കൊടുക്കുന്നു. നമുക്കിനി പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ഡോം ചേട്ടനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ക്രൈം പാർട്ണർ നമ്പർ 3. അല്ലല്ല, അതൊന്നുമല്ല. സംഭവം എന്ന് പറയുകയാണെങ്കിലുണ്ടത്, നമ്മളൊരു പണി നടത്താൻ വേണ്ടി പോവാം. അപ്പൊ നമ്മുടെ കയ്യിൽ ഡോംചന്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരെയും ബലമായി പിടിച്ച് പ്രയോഗിച്ച് വലിച്ചെടുക്കാൻ പോവാ. ഇല്ല, ടോം ചേട്ടൻ നമ്മുടെ ടീമല്ലേ. നമ്മ ടീമായ പിന്നെ എങ്ങനെയാണ് ബ്രോ ബൂട്ട് ക്യാമ്പിലെ മസിൽമാൻ ആരാ അല്ലേ? പഴമല്ല ചോദിച്ചത്, മസിൽമാൻ. എന്താ ചുമ്മാ കളിക്കണ. ഈ ബൂട്ട് ക്യാമ്പിലെ സുന്ദരനും മസിൽമാനും കുറച്ച് ഞങ്ങൾക്കോ ആരോഗ്യം ഇല്ല. നിങ്ങൾക്കാണ് ഇപ്പൊ അത്യാവശ്യം ഇപ്പൊ ഇവിടെ ഉള്ളതില് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആരോഗ്യമായി ആണോ അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോ ഡോം ചേട്ടൻ കേറി അങ്ങ് കൊമ്പാച്ചനെ പിടിക്കാം. പിടിച്ചു കഴിയുമ്പോ ചാർലി ചേട്ടൻ അങ്ങ് ഒട്ടിക്കണം. 3 എണ്ണം എവിടെയൊക്കെ പൂടെ ഉണ്ടാ അവിടെയൊക്കെ ഒട്ടിക്കണം എന്ന് പറഞ്ഞ്. അപ്പൊ ടാർഗറ്റ് നമ്പർ 1 നമ്മൾ പൂട്ടുവല്ലേ, പൂതരും. അപ്പൊ നമ്മൾ എന്തായാലും ചെല്ലുന്നു, പിടിക്കുന്നു, ഒട്ടിക്കുന്നു, പതിക്കുന്നു. അപ്പൊ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യൂല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നഞ്ചന്റെ മുതുകിൽ കാര്യം
മഞ്ഞേ എന്താ കിടന്നേ കേട്ടാ അയ്യോ അയ്യോ ഇതെങ്ങനെ പെടുത്തിയാണ് നിങ്ങള് ഇതെന്തോന്നാ വിചാരിച്ചിരിക്കുന്നേ ഇത് ഇതുവരെ നല്ല ഒട്ടിക്ക് നല്ല ഒട്ടിക്ക് ഇല്ല രണ്ട് കാര്യം ഒട്ടിക്കും രണ്ട് കാര്യം ഇതിനാ ബലം പിടിക്കുന്നേ കോറ്റി കാര്യമില്ല അയാൾ അവിടെ ചത്ത് കിടന്നാ പിടിക്കുന്നേ ഞാൻ വേണേ നെഞ്ചത്ത് അയ്യോ അയ്യോളാ ഫ്രീയാ എന്നാ അങ്ങനെ ഇന്നോ കൈ പിടിക്കണം ഇവിടെ പൊട്ട ഇയാൾ അങ്ങനെ പലതും പറയും ഇയാള് കുരുട്ട് കുത്തിയില്ലാതെ ഫുൾ റിയാക്ഷൻ ഒറ്റ വലി അയ്യോ അതൊട്ടിക്കും അത് കുഴപ്പമില്ല അയ്യോ പിന്നെ ഒട്ടിയല്ലോ അത് കുഴപ്പമില്ല ഇനി അതില്ലട ഒട്ടിക്കാനായിട്ട് അയ്യോ എത്തിയില്ല ഒന്ന് രണ്ട് മൂന്ന് 1 2 3 ഞാൻ കുടിച്ചോട്ടാ ഞാൻ പഠിക്കട്ടെ അമ്മാച്ചാ നല്ല മാക്സ് കുറച്ചും കൂടി ഇത് വേണം ഓപ്പറേഷൻ ചെയ്യുന്ന വേദന ആണായിരുന്നു രോഗം മറിച്ചല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് മുമ്പ് ഓർക്കുന്നുണ്ടോ ഇത് കഴിഞ്ഞിട്ട് ഡോം ചേട്ടൻ നിങ്ങളോട് ഇനി ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കുന്നു ഓരോ ഐഡിയ ആയിട്ട് വരും എടുത്തു അയ്യോ ഈ കാര്യം വേണ്ട ഈ കാര്യം ചോദിക്കല്ലേ കാര്യം പിടിക്കാൻ കൊമ്പാച്ച വരൂല അയ്യോ ഞാൻ പിന്നെ പൊളിച്ചോളാം എന്റെ കാലൊക്കെ വേദന എടുക്കുന്നു എനിക്ക് ഓടാൻ പറ്റൂല അയ്യോ എന്റെ കാര്യം നാട്ടുകാരെ രക്ഷിക്കണേ ഇവന്മാരെന്നെ കൊല്ലുന്നേ മറിച്ചെടുത്തേ എന്റെ കാല് വേദന എടുക്കുന്നേ ഭയങ്കര വേദനയാ നിക്കണതൊന്നും തൂക്കട്ടെ വേണ്ട ഇവിടെ മതി ഇവിടെ നല്ല തൊട പക്ഷെ ഒന്നുമില്ല അങ്ങനെയല്ല അങ്ങനെ പൊളിക്കരുതെന്ന് പറഞ്ഞോണ്ട്
തൊപ്പി എടുത്തു. ഇതെന്താ പുറത്തേക്ക് ചോര വന്നിട്ടാ കാലിൽ കൂടെ ഞാൻ രാത്രി വന്നിട്ടാണ് നിന്റെ കാര്യം പറയുന്നത്. ഞാൻ നോക്കാൻ നേരത്ത് ഒരു കണ്ണീച്ചോര പോലും ഇല്ലാതെ വന്നിട്ട് അങ്ങ് ഉടനെ നിറം മാറുന്ന ഇത് എന്തൊരു ഓന്തിനൊക്കെ നല്ലതാണല്ലോ. ഇനിയിപ്പാരുള്ള റാഷി ടിവിയാ പിന്നെ ലാഗന്റെ കാര്യം ഇല്ലല്ലോ. പിടിച്ചേ നമ്മൾ ഇത്രയും നേരം ഇവിടെ നിന്ന് സംസാരിക്കുവായിരുന്നല്ല. ഇയാളെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഈ മനുഷ്യന് എല്ലാത്തിനും നിന്ന് വരും. പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണ്ടോ ചെയ്തോ പൊക്കോ. ഇത് കുറെ ഉണ്ടല്ലോ. എടാ ഒരു 4-5 സ്ട്രിപ്പും എടുത്ത് സിമ്പിൾ അല്ലേ? ഒട്ടിച്ചങ്ങോട്ട്. ഇവിടെ ഏറ്റവും കാര്യത്തോടെ അങ്ങനെയല്ലല്ലോ പറഞ്ഞേ. അതെ, ശക്തിയുള്ള ആർക്കാ? ഇവിടെ ഏറ്റവും ബുദ്ധിയുള്ള ആർക്കാ? ഒരു വലിയ അങ്ങ് കൊടുത്തേ. ഇവിടെ ഏറ്റവും നല്ല മനസ്സുള്ള ആർക്കാ? ഡോം ചേട്ടന്. അല്ലെങ്കിൽ ആരും വന്നെങ്കിലും ചോദിക്കുമ്പോ കിടന്നു തരുമോ? ഇല്ല. ഞങ്ങൾ എന്തായാലും വേദനിച്ചു, നിങ്ങളും എന്തായാലും വേദനിക്കും. അപ്പൊ വലിയ പിടുത്തൊന്നും വേണ്ടാത്തോണ്ട് ഇത് ഓംചേട്ടൻ നിന്ന് തരാന്ന് പറഞ്ഞു. ഏതിനുണ്ടോ ഓംചേട്ടാ? എന്റെ കാലിനുണ്ടോ? ഓ പഴുത്ത CFL ബൾബ് പോലെ ഇരിക്കുന്നു. നമുക്ക് ഇനി ബാക്കിയുള്ള ആൾക്കാരുണ്ട്. തൂക്കാം, റാശി ചേട്ടനെ നോക്കാം, തൂക്കിയിട്ട് കാണാം. ടാർഗറ്റ് നമ്പർ 5. ഓക്കെ, അപ്പം നിന്റെ കൂടെ എന്താ സാധനം കാണിക്കും ഒട്ടിച്ചാണി നോക്കട്ടെ. കാണാത്ത ഭാഗത്ത് ഒട്ടിക്കുക. രണ്ടെണ്ണോ? താത്തൊട്ടി തടിച്ച് വേനോ നമുക്ക് വേറെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കണം. ഇനി അപ്പുറത്തെ കാര്യം ഫ്ലൈറ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്ത് ഞാൻ രാവിലെ വരുമ്പോ ഒരാൾ ഫ്ലൈറ്റിൽ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇതിനകത്ത് കൊറേ വലിക്കാൻ കേട്ടോ. നമ്മളോട് എന്താ ബലം പിടിക്കുന്ന? ഞങ്ങളൊക്കെ ചെയ്ത ഇതിങ്ങനെ മറ്റേ തൊലി ഇതിനകത്ത് ഇരിക്കണം. രാവിലെ തൊട്ട് വൈകുന്നേരം നീ ഫ്ലൈറ്റ് ഇരിക്കുമല്ലേ? ഇത് എനിക്ക് ചീത്തട. വേറെ സൗണ്ട് ഒക്കെ എഴുതാ. ഗൈസ് ഇനിയുള്ളത് എത്ര? 2 എണ്ണോ? 2 എണ്ണം ഉണ്ട്. എന്തൊരു ബക്രി ബക്രി എന്തൊരു ബാക്കിയുണ്ട്. കാലുണ്ട് ഞങ്ങൾക്ക് ആർക്കും പിടിക്കാൻ കാലിട്ട്. അത് മതിയല്ലോ. എന്നാ നമുക്ക് മറ്റേ താടി ഇട്ടിട്ട് ഇങ്ങനെ വേണ്ട വേണ്ട വേണ്ട
വേണ്ട വീല ഇല്ല 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 ഇല്ല. ആ, അയ്യോ അയ്യോ താടിയും ഇല്ല കൂടെയും ഇല്ല മീശയില്ല നീ തലമുടി എടുക്കാം എന്തൊരു തേച്ചോളാനാ ഒരു ഓർഡറിലാക്കാറില്ല. എന്തൊരു ഓർഡർ ഓർഡർ ആക്കിയത് എന്താ അസംബ്ലിക്കാ ചീറ്റിപ്പോയി. ഇത് സ്വന്തമായിട്ട് വെച്ചിട്ട് ഞാൻ പോവാ. ഈ കാല് വീണ്ടും കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ചമ്മുന്ന എന്തിനാ ചാർലി ചേട്ടാ? ആണോ ഇങ്ങനെ ചമ്മാൻ? എന്തത് ഫുട്ബോൾ പോസ്റ്റോ പോയിട്ട് വല്ല ഇതിനെക്കാട്ടി വേദനകൾ എനിക്ക് ഇവിടെ നിന്നും പലയിടത്തു നിന്നും കിട്ടിക്കഴിഞ്ഞു. ഒരാള് എനിക്ക് അനുവാദം ഒന്ന് ഒട്ടിച്ചോളാൻ പറഞ്ഞു. പേടിക്കല്ലേ? എന്തിനാ പേടിക്കുന്നേ? ഇതൊക്കെ ചെറിയ സംഭവം അല്ലേ? എന്തിനാ പേടിക്കണേ ഇതൊക്കെ? ടാറ്റു പറഞ്ഞു പോണല്ലോ. ടാറ്റൊന്നും പറഞ്ഞു പോകുന്നില്ല. തൊലി പറഞ്ഞു പോകുള്ളൂ, ടാറ്റു പോകില്ല. നല്ല വേദന ഉണ്ടോ? ശരിക്കും വേദെടുത്തിട്ടാ ചോദിക്കാൻ വേണ്ടി ആരും തൊട്ടിച്ചരുവോ? ബാക്കും പോയി അങ്ങനെയല്ല. ഇവിടെ പിടിക്കാൻ അവിടെ ഞാൻ പിടിച്ചു. എന്റെ പൊന്നെ, നീ പേടിക്കില്ലേ? നിങ്ങൾ എന്താ കയ്യൊന്നും വിടണോ ഞാൻ കാല് പിടിക്കാൻ ചാലിച്ചതാ. പ്ലീസ് ആരെയും വിടറോ മനുഷ്യ. എന്തിനാ കാലെ പിടിച്ച് കാലം കൊണ്ട് കളിക്കും. തോന്നില്ലതാ. നമ്മുടെ ബാക്ക് സ്ട്രെഞ്ച് എന്തായാലും കഴിഞ്ഞ പക്ഷെ എന്റെ ഐഡിയ ആയിപ്പോയി. അത് ഇത്ര നേരോട് ഞാൻ വിചാരിച്ചില്ലട്ടാ. കൊമ്പാച്ചിന്റെ കറിന് ചോരയൊക്കെ വന്ന് ആദ്യമായിട്ട് അവിടെ കളിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതിന് മുമ്പേ ഗൈസ് ലവ് യു ഓൾ. ടാറ്റാ.